ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ എഗ് ബുർജിയുമായിട്ടാണ്. നിങ്ങളിൽ പലരും ഇത് കഴിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള എഗ് ബുർജി ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള എഗ് ബുർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1.5 മുറി സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 2 തക്കാളിക്ക, 1/2 കപ്പ് മല്ലിയില, അതുപോലെ 1 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാ സാധനങ്ങളും നല്ല നൈസായിട്ട് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് 4 മുട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇതെല്ലാം 1/2 ടീസ്പൂൺ വീതമാണ്. നമുക്ക് മുട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അത് ബട്ടറോ അല്ലെങ്കിൽ ചീസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓയിലാണ്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം. ഈ തക്കാളിക്ക ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഒത്തിരി പേസ്റ്റ് പോലെ വെന്ത് വരേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ ഗരം മസാല പിന്നെ ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യമേ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് ആ മുട്ടയുടെ വെള്ളം എല്ലാം ഒന്ന് നല്ലപോലെ വറ്റി വരുന്നോടം വരെ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇതെല്ലാം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, നമ്മുടെ മുട്ട ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മുട്ട ബുർജി ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചപ്പാത്തിക്കും ബ്രെഡിനൊന്നും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.